ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് നടാൻ പോകട്ടോ. ഞാൻ നടുന്നതൊക്കെ നിങ്ങളെയും കാണിക്കാറുണ്ടല്ലോ. ഇന്ന് നടുന്നത് സ്ഥലമില്ലാത്തവർക്ക്, കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാനാണ്. ഞാൻ നടുന്നത് കൂടുതൽ അങ്ങനെ, കാരണം എനിക്ക് സ്ഥലമില്ല. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ആഗ്രഹം പച്ചക്കറിയൊക്കെ നടണം എന്നുള്ളത്. അപ്പം അങ്ങനെ ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവുമല്ലോ, സ്ഥലമില്ലാണ്ട് വിഷമിച്ചിരിക്കുക, നടാൻ ആഗ്രഹം. അങ്ങനെയുള്ളവർക്കുള്ളതാട്ടോ ഇന്നത്തത്. നവരി കാണാലോ എങ്ങനെയാണ് ഞാൻ എവിടെയാണ് നടുന്നതെന്നൊക്കെ. ഞാൻ നടാൻ ഉദ്ദേശിച്ച ആദ്യം എന്താന്ന് പറയാം, ഉള്ളിയാണ്. ചെറിയുള്ളി എൻ്റെ ഇത് കുറേ മുളച്ചു പോയി. ഇതിന് മുമ്പൊക്കെ ഞാൻ ചെറിയുള്ളി നടുന്നൊക്കെ നിങ്ങളെ കാണിക്കലുണ്ട്. വിളവെടുക്കുന്നു ഞങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഉള്ളിയിൽ തന്നെ നമുക്ക് 8 എണ്ണമൊക്കെ കിട്ടും. അപ്പോൾ ഉള്ളി വിജയിക്കൂ നമ്മൾ നട്ടാൽ. അപ്പോൾ പോയി നോക്കേണ്ടി ഉള്ളിക്കൊട്ടയിൽ ഉള്ളി മുളച്ചതുണ്ടാവും, അതങ്ങോട്ട് നടാന്ന്. ഞാനങ്ങനെ ഇപ്പോൾ ഉള്ളി മുളച്ചത് കണ്ടാൽ കുറച്ചിങ്ങ് എടുത്തതാ. പിന്നെ ഞാൻ നടുന്നത് ഇതാ, എൻ്റെ പഴയ 3 ഹാങ് 4 എണ്ണം ഉണ്ട് ഹാങ്. ഇതൊന്നും കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇതൊക്കെ പഴയതാ. ഞാൻ ഇതിൽ നട്ട് ഓരോ കൊല്ലം ഇതിലെടുത്ത് ഇതിലൊക്കെ ഉള്ളി നട്ടതായിരുന്നു. ഞാൻ ഈ 4 എണ്ണത്തിലാണ് നടുന്നത്. നിങ്ങൾ വിചാരിക്കും 4 എണ്ണം ഇങ്ങനെ നിരത്തി വെക്കുക, അല്ല, ഞാനിങ്ങനെ തൂക്കി ഇങ്ങനെ ഇടുന്ന. തൂക്കിയിട്ടാൽ സ്ഥലം ലാഭിക്കാമല്ലോ. ഒരു കുളത്തുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ടാൽ. ഇപ്പം ഞാനിത് മണ്ണ് നിറക്കട്ടെ. അങ്ങനെ ഞാൻ നടാൻ തുടങ്ങി കേട്ടോ. നടാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇതാ മണ്ണൊക്കെ എത്ര മതി, മണ്ണ് കുറച്ചേ ഇടുന്നുള്ളൂ. കോഴിവളം, വെണ്ണീര്, പിന്നെ പച്ചിലയായിട്ട് പച്ചില, ഇത് ചീമക്കൊന്നയാണ്. ഇത് നല്ലൊരു വള. പിന്നെ നമുക്ക് വെയിറ്റ് കുറയണമല്ലോ, ഈ തൂക്കിയിടുകയാണല്ലോ സംഭവം. അപ്പം അതിതാണ് കൂടുതൽ ഇടുന്നത്. ഞാൻ തുടങ്ങട്ടെ കേട്ടോ. തുടക്കം കുറിക്കുക. എന്താ, ചെറിയൊരു പോട്ട്. ഇത് പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ വൃത്തി കുറയൂ. ഇതൊക്കെ പഴയതാ, പുതിയതൊന്നുമില്ല. ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ പച്ചിലിട്ട നല്ലൊരു വളമാണ്. മണ്ണ് നമ്മൾ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ വേഗം ഒലിച്ച് പോവൂല, വെയിറ്റ് കുറയും, മണ്ണിന് ഇളക്കം കിട്ടും. മണ്ണിന് ഇളക്കം കിട്ടിയാൽ തന്നെ പിന്നെ നല്ല വേരോട്ടം കിട്ടും. വേരോട്ടാണല്ലോ ഇതിന് വേണ്ടത്. വേരാണല്ലോ ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത്. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടട്ടെ. ഈ മണ്ണങ്ങ് ചെന്ന് കഴിഞ്ഞാൽ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. ഇതൊക്കെ വളമാക്കി മാറ്റുന്നതൊക്കെ ഉണ്ട്. കല്ലൊക്കെ മാറ്റാം. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെണ്ണീരിടട്ടെ. ഇതൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക്, അതൊക്കെ പഴയതാ, ഒക്കെ തീർന്നോട്ടെ. എല്ലാം റേഷനാ, കുറച്ചാ. ഉള്ളിയല്ലേ, ഉള്ളിക്ക് ഇത്ര മതി. ഉള്ളിയെല്ലാം നിസ്സാരാക്കണം. എനിക്ക് ഉള്ളി എല്ലാം കിട്ടിയത്. ഞാൻ ഉള്ളിയൊന്നും പൈസ കൊടുത്ത് വാങ്ങുന്നില്ല. കുറച്ച് കോഴിവളം ഇതും ഇട്ടു. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിടട്ടെ. അതിൻ്റെ മേലെയാണ് ഞാൻ ചെടി നടുന്നത്. ചെടിയല്ല, ഉള്ളി മുളച്ച് ചെടിയായി വരുന്നുണ്ട്, മുളച്ചിട്ടുണ്ട്. ഇത്രയും തീരെ വെയിറ്റ് ഇല്ല, കൂടുതലും ഏതായത് കൊണ്ടേ. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ നനക്കുമ്പോൾ ഇതങ്ങ് അമരൂ. ഇനി ഞാനിനി ബാക്കിയുള്ള 4 എണ്ണം ഇതുപോലെ ചെയ്യട്ടെ കേട്ടോ. ഞാനിതാ 4 എണ്ണം നിറച്ച് കഴിഞ്ഞു. അടിയിൽ ചീമക്കൊന്ന കുറേ അങ്ങിട്ട്, പിന്നെ കുറച്ച് മണ്ണ്, പിന്നെ കോഴിവളം, വെണ്ണീര്, കുറച്ച് മണ്ണ്, അങ്ങനെ ചേർത്തുണ്ടാക്കിയതായത്. ഇത് ഫുള്ളായിട്ടുണ്ട് സംഭവം. കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പുറത്ത് ചാടുന്നില്ലേ. ഇതൊന്ന് അമരും, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അമരും. ഇത് അപ്പോൾ ഒന്ന് താന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പം അത് വെയിറ്റ് ഇല്ല, കൂടുതൽ പച്ചിലായതുകൊണ്ട്. ഇനി ഞാൻ നടാൻ പോവാ. ഇതാ ഉള്ളി മുളച്ചങ്ങ് എത്തിക്ക്. സമയം തെറ്റിപ്പോവുക, സ്ഥലവും ഇല്ല, അത് കണ്ടുപിടിക്കൊക്കെ വേണ്ടതിന്. ഇതൊക്കെ വലുതായി പോയി. ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഒന്നും കുഴപ്പമില്ല. അതൊക്കെ ഉണ്ടാവും. ഉണ്ടായിട്ട് എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് നടാം.
അതിൻ്റെ ഇടയിൽ വെളുത്തുള്ളി മുളക്കുന്നുണ്ട്. വെളുത്തുള്ളി എനിക്ക് അത്ര വിജയിച്ചിട്ടില്ല, എനിക്ക് ചെറിയുള്ളിയാണ് വിജയിച്ച്. ഞാൻ എപ്പോൾ അങ്ങനെ തന്നെ, ഞാൻ കറിവേപ്പില കാന്താരിയൊക്കെ പറിച്ച് അകത്തേക്ക് കയറുമ്പോൾ ഈ ചെറിയുള്ളി ഞാൻ പറിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നീട് ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ എടുത്തിരുന്നു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അങ്ങോട്ട് തുടങ്ങി നടലിന്. ഇത് നടട്ടെ കേട്ടോ, ഇതിവിടെ കട്ടെ. ഒരു 4-5 എണ്ണം മതി ഒന്നിൽ. നമുക്ക് ഇങ്ങനെ വേർതിരിച്ചെടുക്കുക. നിറയെ അതിന് തണ്ട് വരാൻ തുടങ്ങി. ഒന്നുമ്പോൾ തന്നെ 8 എണ്ണം വീതമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പം കുറച്ച് വിട്ട് നടാം. ഇത് കുറേ സ്ഥലത്ത് നടാനുണ്ട്. കണ്ടാൽ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഒക്കെ വേറിരിച്ച് നടതാ, വേറിരിക്കണം. ഇതന്നെ 3 എണ്ണം ഉണ്ട്. ഒന്നുമല്ല ഇങ്ങനെ എത്ര അധികം ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ അതൊക്കെ മുളച്ച് പോക്കായിരുന്നു. മുളച്ച് ഞാൻ ചാടല, ഞാനിതൊന്നും നടലില്ലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ട് പഠിച്ചതായിരുന്നു. അതിന് ശേഷം ഞാൻ ഒരു ഉള്ളി ഞാൻ മുളച്ച് ചാടൂല, ഞാൻ തന്നെ അങ്ങ് നടും. അതുപോലെ നിങ്ങളും എൻ്റെ വിളവെടുപ്പ് കണ്ടിട്ട് നിങ്ങളും അങ്ങനെ ചെയ്യൂ. അറിയാണ്ടായിപ്പോവും. ഇതാ നട്ടു, ഇനി അടുത്തും കൂടെ നടട്ടെ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. വേഗം ഇതാന്നറിയുമ്പോൾ എങ്ങനെ പൊങ്ങി വരും. ഇതാ 4 പാത്രത്തിൽ ഞാൻ നട്ട് കഴിഞ്ഞു. ഇതാ എല്ലാം മുളച്ച് പോയതാട്ടോ. മുളച്ച് പോയി വിചാരിച്ച് ഒന്നും വിചാരിക്കണ്ട, ഇതെല്ലാം ഉഷാറിലുണ്ടാവും. എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീഡിയോ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കെല്ലാം കാണലുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടോ വിജയിക്കും. ഇനി വയനാടായിട്ടാണോ എന്താ അറിയില്ല, എൻ്റെത് വിജയിച്ചതായിട്ടാണ് ഞാൻ കണ്ടത്. എൻ്റെ വിളവെടുപ്പൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, പഴയത് കഴിഞ്ഞ വർഷത്തൊക്കെ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് നട്ടതാട്ടോ. കണ്ടില്ലേ, ഉഷാറായിട്ടുണ്ടായത്. എന്തൊരു ഭംഗിയാ, കാണാത്ത നല്ല രസമല്ലേ. ഇപ്പോൾ ഇത് പിന്നെ ഞാൻ മുളച്ച ഉള്ളിയായിരുന്നു. അങ്ങനെ മുളച്ച ഉള്ളി നട്ടതാണ് ഞാൻ കുഞ്ഞ് കവറിൽ. ഇപ്പോൾ കണ്ടോ, ഇത് ഞാൻ മഴയത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. മഴയത്ത് ഞാൻ വെച്ചിട്ടേ ഇല്ല, ഞാൻ തണലിലാണ് വെച്ചത്. എന്നിട്ട് ഞാൻ നനച്ചു കൊടുക്കുക ചെയ്തത്. കണ്ടോ, ഉഷാറായിട്ട്. ഞാൻ വേറെ ഒന്നും കാണിച്ചു തരാം. ഇതാ വേറെയും കണ്ടില്ലേ, നല്ല ഭംഗിയാ. ഇതിനിപ്പോൾ ഒരു 10 ദിവസമായോ എന്നുള്ളത് നോക്കണം. എൻ്റെ ചാനൽ ഞാൻ ഇതിട്ടിരുന്നു മുളച്ച് വന്ന്. അങ്ങനെ ഞാൻ എൻ്റെ 4 ഇതാ ഇങ്ങനെ അങ്ങോട്ട് തൂക്കിയിട്ട് എൻ്റെ ഉള്ളി. ഇനി നമുക്ക് സ്ഥലം അധികം ഒന്നും വേണ്ട. ആ ഒരു കുളത്തുമ്മൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ 4 ഉണ്ടായി. കണ്ടില്ലേ, ഇനി ഇതിലുണ്ടായി കാണാൻ അതിനേക്കാളും ഭംഗിയാ. നമുക്ക് ഇതിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ, മേലുള്ളതിന് വെള്ളം ഒഴിച്ചാൽ ആ ഉറ്റുന്ന ഇതിലേക്ക് ഉറ്റു, അതിൽ നിന്ന് താഴോട്ട് പോകും, അതിന് താഴോട്ട് പോകും. മേലെ ഒഴിച്ചു കൊടുത്താൽ മതി, അതും ഒരു ഗുണം. പിന്നെ ഇത് വെയിറ്റ് കുറയണം കേട്ടോ. വെയിറ്റ് കുറയാനുള്ളത് ഞാൻ കൂടുതലിട്ടത് പച്ചിലയാണ്. അതുകൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. ഇങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. എൻ്റെ ഒരു കമ്പി ഇങ്ങനെ കൊടുത്തതാണ് ഞാൻ. ഇതൊക്കെ മുൻകൂട്ടിയെ ഓരോ പ്ലാനിങ്ങാണ്. ഞാൻ കണ്ടോ എൻ്റെ പൊന്നാങ്കണ്ണി അങ്ങനെ നട്ടത്. ഞാനിങ്ങനെ പൊന്നാങ്കണ്ണി നട്ടത് കൊണ്ട് നമുക്ക് ഇതൊക്കെ നിലത്ത് നടുമ്പോൾ ഇനി ജീവികളൊക്കെ ഇതിൻ്റെ മേലൂടെ ഓടിയിട്ടുണ്ടോ മൂത്രമൊഴിച്ച് നമുക്കറിയില്ലല്ലോ. ഇതാകുമ്പോൾ നോക്ക് എന്തൊരു സൂപ്പറാ. ഇത് നോക്ക്, ഇതുമ്പോൾ നമുക്ക് വെട്ടിയെടുത്ത് കഴുകി അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഒരു ജീവികളും ഒന്നും ചെയ്യൂല. എന്താ ഇതൊക്കെ കുറേ അങ്ങ് നട്ടേക്കൊണിക്ക് ദിവസേന പൊന്നാങ്കണ്ണി പറിക്കാനുണ്ട്, വിളവെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഉള്ളി ഇങ്ങനെ നട്ടു. ഇത് ഞാൻ 2 ദിവസം മുമ്പ് നട്ട ഉള്ളിയാ, മുളച്ചു. എല്ലാം ഉഷാറായതാ. ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ പാഴ്വസ്തു കുപ്പി, വലിച്ചെറിഞ്ഞ കുപ്പി അങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് ചെയ്തതാ. ഇത് എൻ്റെ പാത്തിയാട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാനാ. ഇതിന് 10 ദിവസം മുമ്പ് ഞാൻ കാണിച്ചല്ലോ, ആ ഉള്ളി ഇവിടെ വെച്ചതാ. നമുക്ക് കൃഷി ചെയ്യാൻ 2 ഏക്കർ സ്ഥലം ഒന്നും വേണ്ട. കണ്ടില്ലേ, എൻ്റെ ഒരു കുഞ്ഞ് പോട്ടിലാ ഞാൻ ഈ ചെറിയ ഹാങ് ഇതിലാണ് ഞാനിപ്പോൾ പൊന്നാങ്കണ്ണി നട്ട്. ഇഷ്ടം പോലെ കണ്ടോ, അതൊക്കെ അങ്ങനെ നട്ടതാ. നമ്മൾ കൃഷി ചെയ്യാൻ സ്ഥലമെല്ലാം നോക്കി നിൽക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഒരു മാതൃകയാ. ഇത് പിന്നെ എൻ്റെ കുറ്റി കുരുമുളകാ. ഈ പൂച്ചെടി ഇപ്പം പൂവിടാൻ തുടങ്ങി. ടുഡേ യെസ്റ്റർഡേ ടുമോറോ എന്നൊക്കെ പറഞ്ഞ പൂവാ ഇതായിട്ട്. ഇനി എൻ്റെ
ഇതെല്ലാരും മണി വെട്ടിക്കളയരുത്, ഇവിടെ വെക്കണം. നോക്കുമ്പോ അതിപ്പോ നിറച്ച് കായ്ക്കുന്നു. ഞാൻ കവറിട്ട് കൊടുത്തില്ലെങ്കിൽ സോഹ എല്ലാം കൂത്തിയതിന്റെ കയ്പെന്ന് പറഞ്ഞിട്ട് കറിയാം. ഇതുവരെ ഊറ്റി കുടിച്ച ജീവികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.